വെൽക്കം ബാക്ക് അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു ഗൈസ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതെ ഗൈസ്, നമുക്കിന്ന് തമിഴിനെ കണ്ടതുപോലെ ബോളിയും പായസവും വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ട് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വായു എല്ലാവരും വീഡിയോയിലേക്ക് പോവാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ്, ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് അത്രയും വാല്യുബിൾ ആണ്. അതെ, നമുക്ക് ആദ്യം ബോളിക്ക് ആവശ്യമായ സാധനം എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനാവശ്യമായിട്ടുള്ളത് പരിപ്പാണ്, കടലപ്പരിപ്പ്. ഞാൻ 3-4 മണിക്കൂർ കുതിർത്ത് വെച്ച ഒരു 1/4 കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊരു 3-4 വിസിലടുപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് ഒരു 1/4 കിലോ വരും കേട്ടോ മൈദ മാവ് എടുക്കുക. അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് ഉപ്പും ഒരിച്ചിരി നെയ്യും കൂടെ ഒഴിച്ച് നമുക്ക് ചപ്പാത്തി പരുവത്തിൽ നിന്ന് കുറച്ചുകൂടെ ലൂസായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഇതാ നെയ്യും കൂടെ, ഞാൻ 1 സ്പൂൺ നെയ്യാണ്. നെയ്യ് കൂടുന്തോറും ഇതിന് ടേസ്റ്റ് കൂടും കേട്ടോ. അതുകൊണ്ട് നെയ്യിലൊന്നും ആരും പിശുക്ക് കാണിക്കണ്ട കേട്ടോ. അതെ, അങ്ങനെ മാവ് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ചപ്പാത്തി പരുവത്തിനേക്കാളും കുറച്ചുകൂടെ ലൂസായിട്ടാണ്. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ, നോക്കണം, കയ്യിലൊട്ടാൻ പാടില്ല. അങ്ങനെ ഒരു പരുവത്തിലായിരിക്കണം വേണ്ടത്. ഇത് നമ്മുടെ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതേസമയം നമ്മുടെ പരിപ്പൊക്കെ ഇവിടെ വെന്ത് നല്ല സൂപ്പറായിട്ടുണ്ട്. അതിൻ്റെ എയറൊക്കെ പോയതിന് ശേഷം അത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഈ കടലപ്പരിപ്പിനെ എടുത്ത് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം. അതിൽ വെള്ളം വേണ്ട കേട്ടോ, വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അഥവാ നിങ്ങൾക്ക് വെള്ളം ഇട്ടാലേ അടിക്കാൻ പറ്റത്തുള്ളൂ എന്നുണ്ടെങ്കിൽ ഒരല്പം ചേർത്തോട്ടോ, കുഴപ്പമില്ല. അപ്പം നമുക്ക് പാനിലേക്ക് നെയ്യ് ഒഴിക്കാം. നെയ്യിലാണ് ഇത് കിണ്ടിയെടുക്കുന്നത്. ഈ പരിപ്പ് കിണ്ടിയെടുക്കുന്ന നെയ്യിലാണ്. അപ്പോൾ അതുകൊണ്ട് നെയ്യിലാരും പിശുക്കൊന്നും കാണിക്കാൻ നിൽക്കേണ്ട. എണ്ണയിൽ വലിയ ടേസ്റ്റ് ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ എണ്ണയിൽ ചെയ്തിട്ടില്ല, നെയ്യിലാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നെയ്യ് ബോളി എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത് കേട്ടോ. അപ്പോൾ അത് കുറച്ച് നമുക്ക് നെയ്യിലേക്ക് നമ്മുടെ പരിപ്പും തട്ടിയിട്ട് അതിനാവശ്യം മധുരത്തിനുള്ള ശർക്കര പാനിയും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ശർക്കര പാനിയല്ല പഞ്ചസാര ആണെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല, ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. എന്നിട്ട് ബാലൻസിനായിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് കിണ്ടിയെടുക്കാം. ഇതെല്ലാം വെള്ളമൊക്കെ വലിഞ്ഞ് നമുക്ക് ബോൾ ഉരുട്ടിയെടുക്കാൻ പാകത്തിന് ഇത് കുറുകി വരും. അതാണ് ഇതിൻ്റെ പരുവം. അങ്ങനെ കുറുക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതും ഒരു കുഞ്ഞു കുഞ്ഞു ബോളാക്കി എടുക്കുക. അതേപോലെ നമ്മൾ നമ്മൾ വെരുകി വെച്ചിട്ടുള്ള നമ്മുടെ മാവ്, ഇതിൻ്റെ ബാറ്റർ, അതിനെയും ഒരു ചപ്പാത്തി പരുവത്തിൻ്റെ ഒരു ഉരുളകളാക്കി എടുക്കുക. ചപ്പാത്തിയുടെ ഉണ്ടോ, ഇതേപോലെ നമുക്ക് ഉരുളകളാക്കി എടുത്തിട്ട് ആ ഉരുളയ്ക്കകത്ത് നമുക്ക് ഈ പരിപ്പിൻ്റെ ഉരുളയും കൂടെ വെച്ച് നമുക്കതിനെ റെഡിയാക്കി അടിപൊളിയായിട്ട് ഉരുട്ടിയെടുത്ത് നമുക്ക് പരത്തി ചുട്ടെടുക്കാം. നമ്മുടെ ബോൾ ഇവിടെ റെഡിയാണ് കണ്ടോ. ഇങ്ങനെയാണേ ഞാൻ എല്ലാ ഉരുളകളും ഉരുട്ടിയെടുത്തിട്ടുണ്ടേ കണ്ടോ. കാരണം എൻ്റെ ഒരു കൈ കൊണ്ടുള്ള പരിപാടിയാണല്ലോ, നിങ്ങൾക്കറിയാമല്ലോ, അതാണ്. എന്നിട്ട് നമുക്കിതൊരു വാഴയിലയിലോ അല്ലെങ്കിൽ നമ്മുടെ ചപ്പാത്തി പ്രസ്സിലോ അല്ലെങ്കിൽ ഒരു കവറിലോ ഒക്കെ ഇട്ടിട്ട് നമുക്കിതിനെ പരത്തിയെടുക്കാം. നിങ്ങളുടെ എളുപ്പം എങ്ങനെയാണോ, നിങ്ങൾക്ക് എന്താണോ വാക്ക് അതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ഇച്ചിരി എളുപ്പത്തിനാണ് കവറിലിട്ടത്. വാഴയില എടുക്കാൻ പറ്റിയില്ല, കാരണം അടുത്ത വീട്ടിലാണല്ലോ ഉള്ളത്, കുറച്ച് മുകളിലാണ് നിൽക്കുന്നത്. അതൊക്കെ ഉണ്ടെങ്കിലേ പറ്റൂ, അതുകൊണ്ടാണ്. അപ്പം ഞാനിപ്പോൾ പരത്തി നിങ്ങളെ കാണിച്ചു. എന്നിട്ട് നമുക്ക് ഇതെല്ലാം നമ്മുടെ ബോളിയെല്ലാം, നെയ് ബോളിയെല്ലാം നമുക്ക് ചുട്ടെടുക്കാം. വളരെ ഈസിയാണ്, ഒരിച്ചിരി പണിയേ ഉള്ളൂ. നമുക്കതെല്ലാം പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. ബോളിയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതേസമയം നമുക്കിവിടെ പായസത്തിന് ആവശ്യമായ ചവ്വരി എടുക്കാം. ആവശ്യത്തിനുള്ള ചവ്വരി ഒരു 1/4 കപ്പ് വരും കേട്ടോ. അതിലേക്ക് നമുക്ക് കഴുകി നമുക്കതൊരു പാത്രത്തിലേക്ക് ഇട്ട്, നമ്മൾ പായസം വയ്ക്കുന്ന പാത്രത്തിലേക്കിട്ട് ആവശ്യമായ വെള്ളം ഒഴിച്ച്, ഞാൻ ഇച്ചിരി നമ്മുടെ റൈസ് അടയും കൂടെ ചേർക്കുന്നുണ്ട്. എനിക്ക് അട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതില്ലാതെ ചവ്വരി മാത്രം വെച്ച് നമുക്ക് ഉണ്ടാക്കാം. അടയിടുമ്പോൾ അതിൻ്റേതായ ടേസ്റ്റും കൂടെ കിട്ടും. എന്നിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. അതിനാവശ്യമായിട്ടുള്ളത് പാലും ഇച്ചിരി മിൽക്ക് മേഡും നമ്മുടെ ഏലക്കാപ്പൊടിയും ഇച്ചിരി വറുക്കാൻ ആവശ്യം നെയ്യുമാണ്. എന്നിട്ട് നമുക്ക് അതിലേക്ക് അടയും ചവ്വരിയും വേകുമ്പോഴേക്ക് നമുക്ക് പാലൊഴിച്ച് ആവശ്യമുള്ള മധുരത്തിനായി പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് ഇച്ചിരി ഏലക്കാപ്പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാമേ. ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇടുക, മധുരം ബാലൻസിനാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ പാലൊക്കെ ഒഴിച്ച് നമ്മുടെ പായസം ഇവിടെ കുറുകി സെറ്റായി റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നെയ്യിൽ ഇച്ചിരി അണ്ടിപ്പരിപ്പും മുന്തിരിയും നമ്മുടെ കയ്യിലുള്ള നട്ട്സും ഒക്കെ ഇട്ട് നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. അഥവാ ഇത് ഇല്ലെങ്കിലും ഈ പായസം, ചവ്വരി പായസത്തിന് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. സാധാരണ ചവ്വരി പായസത്തിന് ഈ മുന്തിരിയും നെയ്യുടെയും ഒന്നും ആവശ്യമില്ല കേട്ടോ, പക്ഷെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഞാൻ നെയ്യ് ഒഴിച്ചു, അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ആഡ് ചെയ്യുകയാണ്. ഇത് നമുക്ക് വറുത്ത് അതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പായസവും റെഡിയാണ്, നമ്മുടെ ബോളിയും റെഡിയാണ്. ഇത് രണ്ടും കൂടെ ഒഴിച്ച് ഒരു പിടി പിടിച്ചാൽ എൻ്റെ പൊന്നു മക്കളെ അട്ടഹാസമാണ്. അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അടുത്തൊരു വീഡിയോ ആയിട്ട്